നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. സമരം ചെയ്യുന്ന ആശമാരെ കൂടാതെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയും ഈ ചർച്ചയിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് പൊതുപ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് എത്ര കണ്ട് കരുത്തുണ്ട് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ ശ്രീ കുഞ്ഞാമതാണ്, കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞാമത്, നമുക്കിന്ന് ഒരുപാട് പ്രേക്ഷകർ ഇപ്പം തന്നെ വിളി തുടങ്ങിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമരം ഇന്നത്തോടെ പര്യവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാൻ വക നൽകുന്ന ഒരു ചർച്ചയാണോ നടക്കുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എന്റെ 100% ഇന്ന് തീരുന്നുള്ളത്. കാരണം 52 ദിവസം കഴിഞ്ഞ് ഈ ആശമാര സമരത്തിന് ഈ 60% ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റ്, 40% കേരളത്തിന്. രണ്ട് കൂട്ടരും കൂടി വ്യാജി സമരം ഒത്തുതീർപ്പാക്കണം. രണ്ട് ഭാഗത്തും വിട്ടുവെച്ചിട്ടുണ്ടാവും. എനിക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. ശ്രീ മഹി എന്നോടൊപ്പം ചേരുന്നു. മഹി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമരം എങ്ങനെ അവസാനിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? സാറേ, ഒരു മിനിറ്റ് വേണം. പറയാൻ കാര്യം ഇതിന് ആവശ്യമില്ലാത്ത സമരമാണ്. പിന്നെ ഒരു കാര്യം, ഇതിന് 4 സൈഡിൽ പൈസ വെച്ചാൽ അത് സമരം പിൻവലിക്കില്ല. ആരേ മന്ത്രി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരിപ്പോ ഈ സമരം പിൻവലിക്കില്ല. അത് ഉറപ്പാണ്. അവർക്ക് 4 സൈഡിൽ പൈസ വേണമെന്ന്. ആ പൈസ ഇട്ടുകൊണ്ട് അവരവിടെ ഇരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ താങ്കൾ പറയുന്നതെന്ന്. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ സമരം? അല്ലല്ല, ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചാൽ അവര് ഈ ചർച്ചയിൽ അവര് ഒതുങ്ങില്ല. അവർക്ക് സമരം ഇരിക്കുന്നത് 4 സൈഡിലും പൈസ ഇട്ട് അതിന്റെ പാവപ്പെട്ട മനുഷ്യർ ഒരല്പം പൈസ 7000 രൂപ നിന്ന് കുറച്ച് കൂട്ടി കിട്ടാൻ വേണ്ടി ചെയ്യാം. അവർ സമരം ചെയ്യാൻ താല്പര്യം എന്തെങ്കിലുമൊക്കെ. ശരി ശരി ശരി. അഷ്റഫ് എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് സാറേ. ശ്രീ അഷ്റഫ് തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃശ്ശൂരിനാണ്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂരിൽ എവിടെ നിന്ന്? തോട്ടപ്പടി മുല്ലക്കര. തോട്ടപ്പടി മുല്ലക്കര. സത്യത്തില് ഇത് പറയാൻ വേണ്ടിട്ടല്ല, ആശമാരുടെ കാര്യങ്ങള് ഉറപ്പാണ്. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്, ചെയ്തു കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ്. ഇത്രയും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് വേറൊരു ചാനലിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോ അവര് അത് കട്ട് ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞിട്ട്, ലഹരിക്ക് അടിമമായിട്ട്. ഞാൻ ഒരൊറ്റൊരു ചോദ്യം അവരോട് ഞാൻ ചോദിച്ചു, മദ്യം ലഹരിയല്ലേ എന്ന് ചോദിച്ചു. അല്ല, നമ്മളിപ്പോ ഈ വിഷയത്തിന്റെ ഇടയിൽ അത് ചർച്ച ചെയ്യും, പിന്നെ നമുക്കൊരു ചെയ്യാം. ഓക്കെ, വ്യക്തമാണ് അഷ്റഫ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, ജയകുമാർ എന്നോടൊപ്പം ചേർന്നു. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഗോളാന്തരം ചേർന്നിട്ടുണ്ട്, ജയകുമാറും ചേർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നത്തോടെ ഈ 53 ദിവസം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി ആശമാർക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ കഴിയുമോ? അതിന് മുമ്പ് നമസ്കാരമുണ്ട്. നമസ്കാരം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ പിന്നെ എന്നത്തെ പോലെ വായിൽ ടേപ്പൊട്ടി ചളയല്ലേ. കാര്യം കഷ്ടമുണ്ട്. 3-4 ദിവസമായിട്ട് നിങ്ങൾ വളരെ ദയനീയമായിട്ടാണ് എന്നോട് കാണിക്കണത്. കാര്യം എന്ന് പറഞ്ഞാൽ മോശമാണത്. 3-4 അല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ, അല്ല അങ്ങനെയൊന്നും അത് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഇത് കേൾക്കൂ. 3-4 ദിവസമായി നമ്മൾ ഇന്ന് ഈ കേരളത്തിന് പുറത്തുള്ള ആളുകളുടെ പ്രതികരണമാണ് എടുത്തത്. ഒരു ദിവസം സ്ത്രീകളുടെ പ്രതികരണമാണ് എടുത്തത്. ഒരു ദിവസം സിനിമ കണ്ടവരുടെ പ്രതികരണമാണ് എടുത്തത്. അപ്പൊ ഇതിലൊന്നും പെടാത്ത താങ്കൾ എല്ലാ ദിവസവും പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അല്ലാത്ത ആളുകൾക്ക് ഒരു അവസരം കിട്ടേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ, മറ്റു രാജ്യങ്ങളിലുള്ളവർ എല്ലാവരും വിളിക്കുകയാണ്. ആളുകൾക്കൊക്കെ അവസരം കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്കിനി തടയാൻ പറ്റില്ല. ഒരു കുറച്ചു പേർക്ക് മാത്രം എന്നത് പൊതുവേദിയുടെ ഒരു ലൈനേ അല്ല. കൂടുതൽ ആളുകൾ വരട്ടെ. താങ്കൾ പറയുന്നത് വേറെ ആളുകൾ കേൾക്കണ്ടേ? ശരി, ഞാൻ പോയിട്ട് നമുക്ക് ആ തർക്കത്തിലേക്കൊക്കെ പോകണ്ട. വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഇത് പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകും. താങ്കൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ. ശരി, അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ, ശ്രീ കണ്ണൻ എന്ത് വിചാരിക്കുന്നു? ഈ പ്രശ്നം അവസാനിക്കും എന്ന ഒരു ചോദ്യമാണോ കണ്ണന് മുന്നിലുള്ളത്? വലിയ നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പോൾ പ്രശ്നം തീർക്കുക എന്നുള്ളതല്ല ഇവരുടെ ഒപ്പം കൂടിയിട്ടുള്ളവരുടെ ഇതൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ട് നീട്ടിക്കൊണ്ടുപോവുക, തങ്ങൾക്ക് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുതലുണ്ടാക്കുക. അതാണ് ഈ സതീശനും കൂട്ടരും മറ്റുള്ള. താങ്കളുടെ അഭിപ്രായം. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, ഈ ചർച്ചയിൽ ഇപ്പോ സമരം ചെയ്യാത്ത ആളുകളുമുണ്ട്, ട്രേഡ് യൂണിയനുകളുമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടി പ്രശ്നങ്ങൾ കേട്ട് ഒരു മൊത്ത പരിഹാരം എന്ന തരത്തിലാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്?
നമസ്കാരം സാർ. നമസ്കാരം സാർ, എനിക്ക് പറയാനുള്ളത് നിസ്സാരം 700 രൂപ വേതനത്തിന് വേണ്ടിയാണ് അത് ആവശ്യപ്പെട്ടുള്ളത് സമരം നടത്തിയത്. അല്ലേ സാർ? 700 രൂപയ്ക്ക് വേണ്ടി. അപ്പൊ അത് CATU എന്ന ഏറ്റവും വലിയ സംഘടനയാണ് CATU. അവരെ ഒരൊറ്റ പിടിവാസിയാണ് ഈ ഗവൺമെന്റ് അനങ്ങാതിരിക്കുന്നത്. അത് അവര് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെടും. അവര് പിന്നെ CATU ഒന്നുമില്ലായി പോകുന്നുള്ള പേടിയാണ്. പക്ഷെ ഇപ്പൊ CATUവിന്റെ ഭയമായി ഇവർ സമരം ചെയ്ത് വിജയിച്ചാൽ അവർക്ക് ആ സമരം CATU ഒരു സംഘടന അവർ താഴ്ന്നു പോകും എന്നൊരു പേടി കൊണ്ട് ഇന്ന് അവർ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് അത് പരിഹാരം ഉണ്ടാകുമെന്നും ഞാനും സാറും ഒരു ദിവസം കൊണ്ട് ഇവർക്ക് വേണ്ടി പറയുന്നതിന് വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ ആ ഒരു അഭിപ്രായം വ്യക്തമാണ്. നമ്മളിപ്പോൾ കാണിക്കുന്നത് ആ പ്രതീക്ഷയോടുകൂടി ആശമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അവരുടെ പ്രശ്നം ഇന്നത്തോടെ പരിഹരിച്ച് അവർക്കൊക്കെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയട്ടെ എന്ന്. കാരണം പലരുടെയും അവസ്ഥ വളരെ ദുഃഖകരമാണ്. ചിലരുടെ വീടിൻ്റെ കഥകളൊക്കെ പുറത്തു വരുമ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നവർ, ക്യാൻസർ രോഗികളുടെ ഏക ആശ്രയമായവർ, അങ്ങനെ പലതരം പരാധീനതകൾ നേരിടുന്ന മനുഷ്യരുടെ ഒരു വലിയ കൂട്ടമാണ്. അവരുടെ മുഖത്തെ ആ പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. സർക്കാരും അതുപോലെ പരമാവധി അവർക്ക് വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ലത ജെ എന്നോട് പറയുന്നു നീതി നടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഓക്കെ, ദിവാകരൻ, ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സമരം ഇന്ന് തീരുമോ? ഇന്ന് കഴിയുന്നതും ദൈവത്തിൽ വിശ്വാസം ഉള്ള കൂട്ടും മനസാക്ഷി ഉണ്ടെങ്കിൽ വേഗം അത് തീർക്കുക. അവര് കോവിഡ് എല്ലാം ക്വാളിഫൈഡുള്ള കൂട്ടറാ. എല്ലാം കോവിഡ് കാലത്ത് അവര് കഷ്ടപ്പെട്ട് ജീവിക്കാനല്ലേ 342 ഉറുപ്പ്യ ഇന്ന് തുച്ഛമായ 2 ലക്ഷം 3 ലക്ഷം 1.5 ലക്ഷം എല്ലാം വാങ്ങുന്ന കൂട്ടർക്ക് അത് തിരിയൂല. കഷ്ടപ്പാട് കാടും മലയും കടന്നും വീട്ടിലെല്ലാം പോയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന കൂട്ടറ. ഓർക്ക് ജാതിയില്ല, മതവും ഇല്ല, ഒരു പൊളിറ്റിക്സ് ഇല്ല. അവരെ ഒന്ന് കാരണം ഭൂമിക്ക് ഒരു ദൈവത്തിന്റെ ഒരു ഇതില്ലേ. ജനകീയ കോടതിയിലെ വലിയ ദൈവത്തിന്റെ കോടതി കഴിഞ്ഞാൽ പിന്നെ ജനകീയ കോടതി. എങ്ങനെയെങ്കിലും ഇത് ഇന്ന് ശരിയാക്കി കൊടുക്കണ്ടേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യമാണ്. നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടിയാണ്. സർക്കാരും ആശമാരും ഒക്കെ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തയ്യാറായി ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് ആർക്കൊക്കെ എത്ര കണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാനാകും എന്ന് നോക്കാം. സുനിമോൾ പറയുന്നു ഈ ചർച്ചയിലൂടെ ആശാ വർക്കർമാരുടെ സമരം പര്യവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അവർ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഇത് അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് സുനിമോൾ രേഖപ്പെടുത്തുന്നത്. ലാലൻ പറയുന്നത് ട്രേഡ് യൂണിയനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ഇന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇന്ന് 100% വിജയിക്കും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഇത് കാത്തു നിൽക്കുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ജയയാണ്. ശ്രീമതി ജയ കൊല്ലത്താണ് വിളിക്കുന്നത്. ശ്രീമതി ജയ, ഇന്ന് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം പരിഹരിക്കും എന്ന ഒരു പ്രതീക്ഷ കേരളത്തിന് ഇന്നത്തോടുകൂടി ഉണ്ടാകുമോ? നമസ്കാരം മനു. നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇത്രയും സ്ത്രീകൾ കടന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ. അപ്പം ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിൽ ഇതിനൊരു പോസിറ്റീവ് ഒരു മറുപടി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാകണം. ആ സ്ത്രീകൾ കാത്തിരിക്കുന്നത് കണ്ടോ മനു? അതെ, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് എന്ത് പ്രതീക്ഷ, എന്തുമാത്രം പ്രതീക്ഷയാണ് അവരുടെ മുഖത്തുള്ളതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ. മനുവിന് ഭയങ്കര ബിസി ആയിരുന്നല്ലോ. അതെ, അല്ല, ഞാൻ ഇന്നലെ നമ്മൾ പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ കൂടെ പ്രതികരണം എടുക്കാനാണ് ആരാഞ്ഞത്. പിന്നെ വലിയൊരു പരാതി മറ്റ് പ്രേക്ഷകരിൽ നിന്ന് വ്യാപകമായി വരുന്നതെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഒരു തവണ പോലും ഒരു വർഷത്തിനിടയിൽ വിളിച്ചൊരു പ്രതികരണം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ചൊന്ന് ക്ലാസിഫൈ ചെയ്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് കുറെ കൂടി കൊണ്ടുവരണം എന്നുള്ള വലിയ ഒരു ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പക്ഷേ സ്ഥിരം ആളുകളെ ഒഴിവാക്കാനും കഴിയില്ല, ശ്രീമതി ജയപ്പോലുള്ളവർ. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ഞാനത് പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഇതാക്കി എന്ന് മാത്രം. ഓക്കെ 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 താങ്ക് യു. ശ്രീ തിലകൻ, അങ്ങയുടെ പ്രതീക്ഷ എന്താണ് തിലകൻ? ഈ പ്രശ്നം കഴിഞ്ഞോ? തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ഇത് തീരട്ടെ എന്ന് തന്നെയാണ് സാറേ ഞാൻ പറഞ്ഞത്. അതുപോലെ എളമരം കരിയും ഇതിന്റെ ഇടയിൽ ഒരു തന്ത്രവാക്ക് പറഞ്ഞ് ഓണറേറെ ഞങ്ങൾ ചോദിക്കില്ലെന്ന CATUവിന്റെ തന്ത്രം ഈർക്കിലിയെന്ന് ആക്ഷേപിക്കുകയും അവസാന ഘട്ടത്തിന് ന്യായമായിട്ടൊരു ചോദിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ചെല്ലുമ്പോൾ വീണ്ടും അവർക്ക് തുരങ്കം വെക്കുന്ന ഈ തൊഴിലാളി വർഗ ദുഷ്ടത ഉണ്ടത് അത് CATU അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. VC തോമസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അംഗനവാടി വർക്കർമാരുടെ
സമരം ഒരു ഫോർമുല വെച്ച് ഒത്തുതീർപ്പാക്കിയതുപോലെ ഇവരുടെ മുന്നിലും ഒരു ഫോർമുല സർക്കാർ വയ്ക്കും. അത് അംഗീകരിച്ചാൽ ഈ സമരം തീരും, അല്ലെങ്കിൽ പിന്നെയും നീണ്ടുപോകും എന്ന് VC തോമസ് പറയുന്നു. ഷിജു കിരിയത്ത് പിന്നെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്നലെ പൊതുവേദി ഇല്ലായിരുന്നു എന്ന് എന്നോട്. ഇന്നലെ പൊതുവേദി നമ്മൾ വളരെ വിപുലമായി വഖഫ് ചൊല്ലിയുള്ള തർക്കം മറ്റു സംസ്ഥാനങ്ങളിൽ പ്രതിഷേധത്തിന് വഴിവെക്കുമോ എന്ന ചോദ്യമായിരുന്നു നമ്മൾ പിന്നെ ഇന്നലെ ചർച്ച ചെയ്തു. ഷിജു ഓക്കെ. ഗ്രേസി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി ഗ്രേസി, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലം ഇളമാട്. ഇളമാട്. ശ്രീമതി ഗ്രേസി ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടമ്മയാണോ എന്നൊക്കെ, അല്ലേ? ആന്ന് സാറേ, ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അപ്പൊ സാറേ, ഇവര് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ നമുക്കൊരു ഈ തൊഴിലുറപ്പിൽ വന്ന് കഷ്ടപ്പെടുകയും ഒരാൾക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇവര് പോയി കഷ്ടപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷെ ഇവര് തോനെ ജോലിക്കൂലിയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇവര് കൂട്ടി ചോദിക്കുന്നില്ലല്ലോ. അവര് കഷ്ടപ്പെടുന്നതിന്റെ ഇത് മാത്രമേ അവര് ചോദിക്കുന്നുള്ളൂ. ഇന്ന് 53 ദിവസം കൊണ്ട് ഇവര് ഞാൻ കാണുന്നുണ്ട്. നമ്മള് ഓടി നടന്ന് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ഇവര് എന്തുകൊണ്ട് ഇവരുടെ സാലറി കൂട്ടി കൊടുക്കുന്നില്ല? അവര് എന്ത് തെറ്റ് ഈ സർക്കാരിനോട് ചെയ്തത്? അവരുടെ ദണ്ഡന ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുക. എല്ലാത്തിന്റെയും മുഖത്തൊരു ദയനീയ ഭാവം. ഇന്നത്തോടും കൊണ്ട് ഇത് ജയിക്കുമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയുണ്ട് സാറേ ഞങ്ങൾക്ക്. ഇത് ജയിച്ച് കാണണം, അതാ ഞങ്ങൾക്ക് ആഗ്രഹം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. ഓക്കെ. ഷിജു കിരിയത്ത് പിന്നെ ഇന്നലെ എന്നെ കണ്ടില്ലെന്ന് പറയുന്നു. ഓക്കെ. ഗോളാന്തര ഹിറ്റ് ലിസ്റ്റിലായി എന്ന് ജോസഫ് കെ എന്ന് പറയുന്നുണ്ട്. ഇല്ല ഗോളാന്തര ഹിറ്റ് ലിസ്റ്റിലൊന്നുമല്ല. ഗോളാന്തര എന്നോട് ചോദിക്കുന്നു, സാർ എൻ്റെ കമൻറ്റുകളൊന്നും വായിക്കുന്നില്ല എന്ന്. ഞാൻ മിണ്ടില്ല. അല്ല, അങ്ങനെയല്ല. ഞാനിപ്പോൾ ചില കമൻറ്റുകൾ ഞാൻ പരമാവധി ഒഴിവാക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ താങ്കളും പെട്ടുപോകുന്നറിയില്ല. ചിലരൊക്കെ ഈ സഭ്യതയ്ക്ക് നിരക്കാത്ത കമൻറ്റുകൾ ഇങ്ങനെ ഇതിലിടുകയാണ്. എന്താണ് ഇങ്ങനെ മലയാളികൾക്ക് ഇനിയും ആ ഒരു ശൗചാലയ സംസ്കാരം മാറിയില്ലയോ എന്ന് തോന്നുന്ന തരത്തിൽ. അതുകൊണ്ട് ഞാൻ പല കമൻറ്റുകളും ഒഴിവാക്കുന്നു. ഏതായാലും താങ്കളെ അങ്ങനെ കാണാതിരുന്നിട്ടില്ല. ഓക്കെ. എൻ്റെ കമൻറ്റുകൾ വായിക്കില്ല എന്ന് പറയുന്നു ഗോളാന്തരം. അങ്ങനെ ഇല്ല. ഓക്കെ. ഗോളാന്തരം പറയുന്നത് മനസ്സിലായില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ കമൻറ്റുകളിൽ നിരവധി ആളുകൾ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു, ആളുകളെ ഭീഷണിപ്പെടുന്ന തരത്തിലൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നു. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് കൂടുതൽ ഇങ്ങനെ വരും. അതിന് നടുവിലൊക്കെ ചിലപ്പോൾ അങ്ങയുടെ കമൻറ്റുകൾ വന്നപ്പോൾ വായിക്കാതിരുന്നിട്ടുണ്ടാകണം. പക്ഷേ അങ്ങനെയല്ലാതെ ഞാൻ സാധാരണഗതിയിൽ അങ്ങയുടെ കമൻറ്റ് എല്ലാ ദിവസവും ശ്രദ്ധിച്ച് വായിക്കുന്നതാണ്. ഓക്കെ. നമ്മുടെ ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ വയലാറിൽ നിന്ന് ചേർന്നു. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സമരം എങ്ങനെ പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഇന്ന് സംസാരിക്കാവോ? എന്നും സംസാരിക്കാം. പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ ആളുകളെ അത് നിങ്ങൾ ചിരിക്കുന്നതിലല്ല കാര്യം. ഞാൻ പറയുന്നത് എല്ലാറ്റിലും വേറെ ആളുകൾക്കൊന്നും അവസരം കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതി ഇങ്ങനെ വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് സത്യത്തിന് സങ്കടം ഒക്കെ കൂടെ വന്നു. കാരണം ഞാൻ ഒരുപാട് പ്രൈവറ്റ് കിട്ടിയപ്പോ അല്ല, പക്ഷെ നമ്മൾ ഇന്നലെ അന്യ സംസ്ഥാനത്തുള്ള മലയാളികൾക്ക് സംസാരിക്കാൻ ഒരു അവസരമാണ് കൊടുക്കുന്നത്. റോക്കറ്റാണ്. അതെന്താന്ന് വെച്ചാൽ താങ്കളെ ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവർക്കത് പറ്റുന്നില്ല. ഇപ്പൊ കമന്റിനെ പറ്റി പറഞ്ഞപ്പോ എനിക്കൊരു സംശയമുണ്ട് മനു. ഞാനത് ആദ്യം തന്നെ ചോദിക്കട്ടെ. ഈ നമ്മുടെ ചാനലിന്റെ അടിയില് ഈ മരങ്ങോടൻ രാവണൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇത് എന്തെന്നാ സാധനം എന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്തെന്നാണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചു. ആളുകൾ ഈ കമന്റ് ഇടുന്നതിനെ പറ്റി ഞാനിപ്പോ എന്ത് പറയാനാണ്? ഓക്കെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് വിഷയത്തിലേക്ക് വന്നാല് മനു, ഇന്ന് ഞാൻ ഒരു ഗൃഹനാഥനാണ്. ഞാനാണ് ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഒരു മീൻകറി നല്ലോണം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപകളാവും. സാധാരണ ചാളയോ മത്തി അയില എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ അതിന്റെ അനുസാരികളെല്ലാം കൂടെ ചേർക്കുമ്പോ എണ്ണയ്ക്ക് ഇന്ന് പിന്നെ വില 300 രൂപയാണ്. വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയ്ക്ക്. ഇതെല്ലാം ഒരു മീൻകറി അവർക്ക് ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സംശയമുണ്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ വീട്ടുകാർ തന്നെ 233 രൂപയാണ് ഒരു ദിവസം. ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നതെന്ന് അവർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വ്യക്തമാണ്. നമ്മുടെ കൂടുതൽ പ്രേക്ഷകർ ഇന്ന് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് താങ്കൾക്ക് ധാരാളം സമയം തന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സൈനുദ് ഹസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രശ്ന പരിഹാരം ഇന്ന് ഉണ്ടാകും എന്നാണോ, അതോ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? സർ, ഇന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പുറത്തൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നല്ല വരുമാനമാണ് മറ്റു ജോലികൾക്കൊക്കെ. അപ്പൊ ഇവർക്ക് തുച്ഛമായ ഇതെല്ലാം കിട്ടുന്നുള്ളൂ. കാരണം ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഒരു 500 രൂപയെങ്കിലും ദിവസം കിട്ടണ്ടേ. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പിന്നെ മുന്നോട്ട് നല്ല ഡ്രസ്സ് ഇടാനും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ന്യായമായിട്ടുള്ള ഒരു അവകാശമാണ് അവർ ചോദിക്കുന്നത്. ഗവൺമെന്റ് അത് ചെയ്താൽ വളരെ നല്ലതായിരുന്നു.
ഏതായാലും അതിന്റെ ചർച്ചകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാൻ കഴിയുന്നത്. CIT നേതാക്കളൊക്കെ വരുന്നുണ്ട്, ആശാ വർക്കർമാരുടെ പ്രതിനിധികളും അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർക്ക് കിട്ടണമെന്ന് എന്റെ ആഗ്രഹം. ഓക്കെ, ആശാമാർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ജയകുമാറിനെ ഞാൻ മൈൻഡ് ചെയ്തില്ലെന്നാണ് പറയുന്നത്. ജയകുമാറിനെ ഒഴിവാക്കിയിട്ടില്ല. ജയകുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മളോടൊപ്പം ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് സന്തോഷ് നമ്മുടെ പൊതുവേദിയുടെ സൂപ്പർ സ്റ്റാറാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. സന്തോഷ് ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ഇങ്ങനെ ചർച്ചകൾ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിൻ്റെ എന്തെങ്കിലും സൂചന കാണുന്നുണ്ടോ സന്തോഷ്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് ഇത് തീർക്കണം. ആശാമാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ 2 മാസത്തിന്റെ അടുത്തായി. അത് അവരുടെ കഷ്ടപ്പാടുകള് നമുക്ക് ഓരോ മലയാളികൾക്കും അറിയാം. അത് എത്രയും പെട്ടെന്ന് തീർക്കണം. അതേപോലെ MP-മാരുടെ ശമ്പളം കൂട്ടുകയും ഭത്ത കൂട്ടുകയും പെൻഷൻ കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോ ഇവര് പാവങ്ങളായതുകൊണ്ട് അവരെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇത് തിരിച്ചടിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. സിനി എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. മിനി ശ്രീമതി മിനി എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ, എറണാകുളത്ത് നിന്നാണോ വിളിക്കുന്നത്? അതെ. ശ്രീമതി മിനിക്ക് എന്ത് തോന്നുന്നു? ശ്രീമതി മിനി എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടമ്മയാണ്, വീട്ടിലാണ്. ഓക്കെ, അപ്പൊ ഈ ആശമാരുടെ ഈ സമരം കാണുന്നു, ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, അവരിങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സമരത്തിന് നേതാക്കളൊക്കെ ഇതാ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പൊ 7,000 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്, 21,000 രൂപയാണ് ചോദിക്കുന്നതും. നമുക്ക് എല്ലാ 2 കൂട്ടർക്കും കൂടി ഇതായിട്ട് ഒരു 15,000 രൂപയെങ്കിലും അവർക്ക് കൊടുക്കാൻ പാടില്ലേ ഈ ഗവൺമെന്റിന്? കാരണം നമുക്ക് ജീവിക്കണ്ടേ, ഇൻസെന്റീവും കാര്യങ്ങളെല്ലാം കൂടി ആവുമ്പോ കുറച്ച് പൈസ ആവുമല്ലോ. അതാണ് നമ്മുടെ ഒരു ഇത്. 2 കൂട്ടർക്കും നല്ല രീതിയിൽ സർക്കാർ ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന ഒരു പ്രതീക്ഷ ശ്രീമതി മിനിക്കുണ്ടോ? എനിക്കുണ്ട്. കൂടി ചർച്ച ചെയ്ത് ലെവലിലെത്തിയെങ്കിലും കൊടുത്ത് അതുങ്ങളുടെ ആ കഷ്ടപ്പാട് അവസാനിപ്പിക്കും. അതിന് ഈ 53 ദിവസം കാത്തിരിക്കേണ്ടിയിരുന്നില്ല അല്ലെ? നേരത്തെ തന്നെ ഇത് പരിഹരിക്കേണ്ടതായിരുന്നു അല്ലേ? സത്യം, ഇത്രയും ദിവസം ഒന്നും കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. യെസ്, ഏതായാലും ശ്രീമതി മിനി എറണാകുളത്ത് നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. എറണാകുളത്ത് എവിടെ നിന്നാണെന്നാണ് എന്നോട് പറഞ്ഞത്? എറണാകുളം, ഞങ്ങള് അവിടെ എറണാകുളം സിറ്റി തന്നെ. സിറ്റി, ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും ശ്രീമതി മിനി വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ സന്തോഷം. സ്പോർട്സ് ഗുരു രമേഷ് കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് രമേഷ് കുമാർ പറയുന്നത്. ഓക്കെ, സന്തോഷം. ഇവിടെ ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരമാണ് ഇന്നും നാളെയും, അതിൻ്റെ തിരക്കിലാണ്. എൻ്റെ ദേശക്കുതിരയുടെ പുറപ്പാടാണ് എന്ന് സ്പോർട്സ് ഗുരു പറയുന്നു. അപ്പോൾ അവിടെ ഈ ഷൊർണൂരിൽ ഉത്സവങ്ങൾക്കിടയിൽ ഈ കുതിര കെട്ടി ഉണ്ടാക്കി അത് ഒക്കെ പോകുന്ന വലിയ ഘോഷയാത്രയൊക്കെയാണ്. അപ്പോൾ രമേഷ് കുമാറൊക്കെ അതിൻ്റെ തിരക്കിലാണെങ്കിലും പൊതുവേദിയോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ജയനാണോ? ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആശമാരുടെ 7 ആവശ്യങ്ങൾ അംഗീകരിക്കുമോ ശ്രീ വിജയൻ? അവരുടെ സമരം വളരെ ന്യായമായ ഒരു സമരമാണ് സാറേ. അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം കിട്ടണം. കഴിഞ്ഞ 2021 ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 700 രൂപ മിനിമം വേജ് കൊടുക്കുമെന്നാ പറഞ്ഞത്. പിന്നെ ഇവരെ ജോലിക്ക് എടുക്കുന്നത് കേരള സർക്കാരാ, പിരിച്ചു വിടുന്നത് കേരള സർക്കാരാ. ശമ്പളം ചോദിച്ചു കേന്ദ്രത്തിൽ പോയി ചോദിക്കാൻ പറയും. എന്തൊരു ന്യായമാ സാറേ? ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ജലേഷ് ജോൺ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജലേഷ് ജോൺ പറയുന്ന 7 ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ്. എന്താ ജയേഷേ അങ്ങനെ? നമ്മൾ പരമാവധി അംഗീകരിക്കുന്നുള്ള ഒരു പോസിറ്റീവ് ഹോപ്പല്ലേ വെക്കേണ്ടത്? നമ്മൾ ചർച്ചയൊക്കെ തുടങ്ങുമ്പോൾ സമരം തീരുമെന്ന് തോന്നുന്നില്ല, 2 കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, കേന്ദ്രവും കനിയണമെന്നാണ്. അത് നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ തുടങ്ങി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ ഈ പ്രശ്നം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രൻ നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ ഈ പ്രശ്നം ഇന്ന് അവസാനിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? മനസ്സാറെ, ഇതിന് മുമ്പേ അവസാനിക്കേണ്ട വിഷയമാണ്. കാരണം വെച്ചാൽ 1 മാസം മുമ്പ് നിർഭാഗ്യവശാൽ ഞാനൊരു രംഗം കണ്ട്. ന്യൂസിലാൻഡിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റ് ഒരു 10-12 പേരുണ്ട്. അവരെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു മിനി ലോറിയിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ ഇവർ ഈ വണ്ടിക്ക് ചുറ്റും കിടന്ന് ഓടുന്ന രംഗം കണ്ടിട്ട് അവരവിടെ വന്നതുകൊണ്ട് കാര്യങ്ങൾ തിരക്കാൻ എന്താണെന്ന് അപ്പോഴാണ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഹെൽത്തിന്റെ ഒരു വിഭാഗം ആൾക്കാരുടെ സമരമാണ്. നാണക്കേടായില്ലേ സാർ? ഇത് കംപ്ലീറ്റ് അവർ ചിത്രീകരിച്ചു അവിടെ വെച്ച്. ഇത് മുഴുവൻ ചിത്രീകരിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ വരെ കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ട ഒരു അവസ്ഥ നമ്മളെ കേരളത്തിന് വന്നില്ലേ? പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒരു തൊഴിലാളി
ഒരു ഭരണത്തിന്റെ മുന്നിൽ. സാറേ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ. ഓക്കെ, താങ്ക് യു. ഏതായാലും താങ്കൾ അത് ഒരു ദുഃഖപൂർവമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനുഷ്യർ കഷ്ടപ്പെടുന്നു എന്നത്. ഏതായാലും സർക്കാരിനും പരിമിതികളുണ്ടെന്ന് അവർ പറയുന്നു. നോക്കാം നമുക്ക് എത്ര വേണ്ട കാര്യങ്ങൾ ശരിയാകുമെന്ന്. നിഷാദ് എവിടുന്നാണ് നിഷാദ് വിളിക്കുന്നത്? തിരുവല്ല. തിരുവല്ല. അപ്പോൾ ശ്രീ നിഷാദ് എന്താണ് കരുതുന്നത്? ആശാമാരുടെ സമരം ഇന്ന് അവസാനിക്കും എന്ന ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടോ? എന്താണ് അവർക്ക് അത് തീർത്തു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ തീർത്തു കൊടുക്കായിരുന്നോ? അത് സർക്കാർ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ലേ? അവരുടെ 53 ദിവസമായ സാഹചര്യത്തിൽ 15 ദിവസം നിരാഹാര സമരമൊക്കെ ആയ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമെന്ന് കരുതിക്കൂടെ? തീർച്ചയായിട്ടും അവർക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു. കാരണം വെച്ചാല് അവര് ഇതിനകത്ത് എന്തോ വിട്ടുവീഴ്ച ചെയ്യാൻ പറഞ്ഞാൽ മുടി മുറിച്ചു വരെ ഇങ്ങനെ നമ്മുടെ സഹോദരിമാരെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നിഷാദ് നമുക്കൊപ്പം തിരുവല്ലയിൽ നിന്ന് ചേർന്നത്. അബ്ദുറഹ്മാൻ MK പറയുന്നത് 98% ആശമാരുടെ അഭിപ്രായവും മാനിക്കാതെ കേവലം 2% പേർ ഏകപക്ഷീയമായി സമരത്തിന് ഇറങ്ങിയതാണ് പ്രശ്നം നീണ്ടുപോകാൻ കാരണം എന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടോ? എല്ലാവരും ഇതേ ആവശ്യം തന്നെയല്ലേ? ആർക്കും 7000 രൂപ കൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. ശ്രീ അബ്ദുൽ കലാമാണ് എനിക്ക് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ജോസഫ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ബാംഗ്ലൂരിൽ നിന്ന്. ഞാൻ ഇന്നലെ ജോസഫിനെ അന്വേഷിച്ചു. കാരണം നമ്മൾ ഇന്നലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികളുടെ കാര്യം പ്രധാനമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ശ്രീ ജോസഫുമായി സംവദിക്കാൻ കഴിഞ്ഞു. ശ്രീ ജോസഫിന് എന്ത് തോന്നുന്നു? ഈ സമരം ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നു എന്നത് അവിടുത്തെ മലയാളികളൊക്കെ എന്താ പറയുന്നത്? പെട്ടെന്ന് പരിഹരിക്കണം എന്നൊരാവശ്യം സർക്കാരിന് മുന്നിലില്ലേ? ഗുഡ് ഈവനിങ് മനു. ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, മനുവിനെ പറ്റി വലിയ അസൂയ തോന്നി. ആളുകളൊക്കെ മനുവിനെ ഇങ്ങനെ കണ്ടവാനം നോക്കുമ്പം താങ്ക് യു സോ മച്ച്. ആളുകൾ പിന്നെ എനിക്കൊരു പ്രത്യേക ഒരു ദൗർബല്യമുണ്ട്. ആളുകൾ എന്നെ ഓഴ്ത്തുമ്പോൾ ഞാൻ അറിയാതെ സന്തോഷിച്ചു പോകും. അതെൻ്റെ മുഖത്ത് പ്രകടമാകും. ദേഷ്യവും അതുപോലെ തന്നെ കേട്ടോ. ചിലപ്പോൾ ആളുകൾ പലരും എന്നോട് ചോദിക്കും എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വരുമ്പോൾ അതങ്ങനെ അറിയാതെ പുറത്തേക്ക് വരും. അപ്പം അത് സ്വാഭാവികമായ സംഭവമാണ്. ഓക്കെ, എനിവേ താങ്കളുടെ ആങ്കറിങ് തികച്ചും ആസ്വാദകരമാണ്. നല്ല ആങ്കർ പ്രവർത്തിക്കേണ്ട രീതിയിൽ ദേഷ്യവും പെടണം, സന്തോഷവും കാണിക്കണം. സാധാരണ പക്ഷേ ഞങ്ങളൊക്കെ ഈ പത്രപ്രവർത്തനം തുടങ്ങുന്നതിനൊക്കെ മുന്നേ നമ്മൾ ഈ ദൂരദർശനിലൊക്കെയാണ് ആളുകളെ കണ്ടിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ഒരേ മുഖച്ഛായയോടുകൂടി വാർത്ത വായിക്കണം എന്നൊക്കെയുള്ള ഒരു തിയറി ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പിന്നെ ആളുകൾ നമ്മളിപ്പോൾ ഒരു സംസാരിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുകയാണല്ലോ. അതാണ് കാര്യം. അപ്പോൾ അതൊക്കെ മാറി, ആ കാഴ്ചപ്പാടുകൾ മാറി. ഇപ്പം അങ്ങ് പറയുന്നത് പോലെ വേറെ തരത്തിലേക്കായി. ഏതായാലും അങ്ങക്ക് എന്ത് തോന്നുന്നു ശ്രീ ജോസഫ്? അവിടെയൊക്കെ മലയാളികൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ മുഖ്യമന്ത്രി മുതൽ അവരുടെ PA വരെ ഉള്ളവര്, അതായത് ഏറ്റവും താഴെ ശിപ്പായി എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുകാരുണ്ടല്ലോ, അവരുടെ ശമ്പളത്തിന്റെ ഒരു സീരിയലായിട്ട് നിങ്ങളത് കാണിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ സങ്കടം എത്ര ഭയങ്കരമാണെന്നുള്ളത്. ഈ 321 രൂപ കൊണ്ട് ഒരു കുടുംബം നടത്തി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്കും പല്ല് തേക്കണം, അവർക്കും അടിവസ്ത്രം ആവശ്യമുണ്ട്, അവർക്ക് സോപ്പ് വേണം, അവർക്ക് എണ്ണ വേണം, അവർ യാത്ര ചെയ്യണം. ഇതൊന്നും ഇവർക്ക് വേണ്ടേ? അതുകൊണ്ട് ഈ AC കാറിലിരുന്ന് AC റൂമിലിരുന്ന് ഭരിക്കുന്ന ഇവരുടെ ശമ്പള വിവരങ്ങള് ദയവായിട്ട് മനു ഒരു എപ്പിസോഡിൽ ഒന്ന് പുറത്ത് കാണിക്കണമെന്നാണ് അതിനെപ്പറ്റി സ്റ്റഡി നടത്തി കാണിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ വിവാദമായി വന്നതൊന്ന് PSC അംഗങ്ങളുടെ ശമ്പളമാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളുടെ PSC ചെയർമാൻ്റെയൊക്കെ ശമ്പളം വീണ്ടും 1 ലക്ഷത്തിന് മുകളിലേക്ക് നിന്ന് അത് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് ഇവർ സ്വയം അനുഭവിക്കുന്നതിന്റെ കണക്കുകൂടെ പുറത്തു വരണ്ടേ? അതെ. അപ്പോൾ സ്വാഭാവികമായും ഈ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് കുറെ കൂടി ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അങ്ങ് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു, നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവച്ചു, വളരെയധികം സന്തോഷം. നമ്മുടെ അടുത്ത പ്രേക്ഷകനിലേക്ക് ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണൻ വടകര, ശ്രീ ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു? ശ്രീ ബാലകൃഷ്ണൻ, ഈ പ്രശ്നം തീരുമോ? ശ്രീ ബാലകൃഷ്ണൻ ഇന്നത്തോടെ. മനു സാർ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു മിനിറ്റെങ്കിലും സാർ സമയം തരുമല്ലോ, സാറിന് ധൃതിയില്ലല്ലോ. അല്ല, അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായി സാർ. പുറം സ്റ്റേറ്റിലുള്ള സ്ഥിതി എന്താണെന്ന് അറിയാനാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണ്ട. മാത്രമല്ല നമ്മുടെ ഈ പൊതുവേദിയിൽ കൂടുതൽ ആളുകളും വരണ്ടേ. നമ്മൾ കുറച്ചുപേരുണ്ട്, പക്ഷെ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടണമെന്നുള്ള ആവശ്യം അവർ വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതി. തീർച്ചയായിട്ടും.
പക്ഷെ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ആശാ വർക്കർമാർ 50 ദിവസമായിട്ടും തിരുവനന്തപുരത്ത് സമരം ചെയ്തിട്ട് കേരളത്തിലെ ഭരണസമിതിയോ അല്ലെങ്കിൽ CPIMO അത് കണ്ടിട്ടില്ല. കാരണം വഖഫ് ബില്ലില് പങ്കെടുത്ത് സംസാരിച്ചിട്ട് മാത്രമേ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാവൂന്ന് പാർട്ടി നിർദ്ദേശം വെച്ചിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ് സാർ. കാരണം വഖഫ് ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ സംസാരിക്കാൻ നമ്മുടെ മെമ്പർമാർ പോയിട്ട് വന്നതിന് ശേഷമേ നമ്മുടെ ഇതിൽ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുള്ളൂ എന്ന് തിട്ടൂരം പാർട്ടി വെച്ചത് അത് വളരെ നല്ല കാര്യമാണ് സാർ. നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളല്ലേ, അപ്പൊ അവര് പാർലമെന്റിൽ ആ സംഭവം നടക്കുമ്പോൾ അവിടെ പോണ്ടേ? അല്ല, വേണം സാർ. 50 ദിവസമായിട്ട് വെറും പാവപ്പെട്ട 222 രൂപക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകള് മുടി മുറിച്ചും അവരുടെ എല്ലാ ത്യാഗങ്ങളും അവിടെ കാണിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുമ്പോൾ അതിന് അനുകൂലമായിട്ട് ഇന്ന് വരെ പാർട്ടി ദേശീയ സമിതിയാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുക. ഏത് നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാല് കേന്ദ്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ദേശീയ സമിതിയോ അല്ലെങ്കിൽ PV തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ മെമ്പർമാർ അവിടെ സംസാരിച്ചിട്ട് ബില്ലിനെതിരെ സംസാരിച്ചിട്ട് മാത്രമേ നമ്മൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതൊരു ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ ഇരിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാഴ്ചപ്പാടും ഒരു മെസ്സേജുമാണ് പാർട്ടി കൊടുക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്, വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് സാർ. കാരണം അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഇന്ന് ഈ എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തോടു കൂടി ഈ പ്രശ്നം തീരുമെന്നാണ്. കാരണം ട്രേഡ് യൂണിയനുകളുണ്ട്, മറ്റ് പ്രതിനിധികളുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്നു ആശമാരും കുറേയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് അവരും തയ്യാറാകും. അപ്പോൾ സർക്കാരും ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അങ്ങനെ വന്ന് ഈ പ്രശ്നം ഇന്ന് തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങക്ക് എൻ്റെ ആ ധാരണ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അധികം പറയില്ല, പെട്ടെന്ന് കട്ട് ചെയ്ത് കളയല്ലേ. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നത് വലിയൊരു ദ്രോഹമാണ്. എന്തെന്ന് വെച്ചാല് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാന്നുള്ള സംഭവമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാല് ആശമാർക്ക് 200 രൂപ കിട്ടുന്നുള്ളെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഒരാൾ പറയുന്നു LDFന്റെ പ്രകടനപത്രയിൽ 700 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. ഞാൻ പിന്നെ അതിലേക്കൊന്നും പോകുന്നില്ല. എത്രയൊക്കെ കൊടുത്താൽ ഈ മനുഷ്യർക്ക് ജീവിക്കാനുള്ള പണം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. അതിങ്ങനെയാണ് കാര്യങ്ങളൊന്ന് തിരുത്തി കൊടുക്കാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അവരെ ചലഞ്ച്? അല്ല, അത് ശ്രീ കൃഷ്ണൻകുട്ടി വന്ന് തിരുത്തട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എല്ലാം ഞാൻ തന്നെ പറയണ്ടല്ലോ, അങ്ങ് പറയാലോ. അതുകൊണ്ട് കട്ട് ചെയ്തില്ല. ഇല്ല, അതല്ല അങ്ങ് വെച്ചാല് ഈ സമരം ചെയ്ത ആശമാരിലെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു മാസത്തെ എത്രയാണ് അവർക്ക് കിട്ടുന്നുള്ളതിന്റെ ഒരു കണക്ക് വന്നിരുന്നു. അതിൽ അവർക്ക് കിട്ടുന്നത് 450-500 അടുത്തുള്ള രൂപയാണ് കിട്ടുന്നത്, 200 രൂപയല്ല. പിന്നെ പ്രകടനപത്രയിൽ പറഞ്ഞിരിക്കുന്നത് 700 രൂപ എന്നുള്ളത് തൊഴിലാളി എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള മിനിമം വേജിനെ പറ്റിയാണ് പ്രകടനപത്രയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സമരത്തിന്റെ കുഴപ്പം എന്തെന്ന് വെച്ചാല് ഇവരുടെ മുദ്രാവാക്യം ഇവർ തെറ്റിച്ചു. ഇവർ ആദ്യം മുഴക്കേണ്ടിയിരുന്ന മുദ്രാവാക്യം അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. അതവർ ആവശ്യപ്പെട്ടില്ല. അത് ആവശ്യപ്പെടുന്നത് നിങ്ങളാരും പറഞ്ഞു കൊടുക്കുന്നുമില്ല. അവരാവശ്യപ്പെടുന്ന ആകെ 21,000 രൂപ അവർക്ക് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ മിനിമം വേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ആദ്യമായിട്ട് അടിസ്ഥാന തൊഴിലാളി വർഗമായിട്ട് അവരെ അംഗീകരിക്കണം. അത് അംഗീകരിക്കേണ്ടത് അവരെ അംഗീകരിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത് അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചർച്ചയിൽ അത് വെളിപ്പെടുത്തുന്നില്ല. കാരണം പറയുന്നവർക്ക് തൊഴിലാളികളെ ഞാൻ ഇതിലേക്ക് ഇനി വീണ്ടും തർക്കിക്കാനില്ല. അവരെ തൊഴിലാളികളായി അവരെ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ എനിക്ക് ആ കൂടെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോ അവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, അവർക്ക് പൈസ കൊടുക്കരുതെന്നോ സമരം ഒത്തുതീർപ്പാവരുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി, ആവശ്യം ന്യായമാണ്. പക്ഷേ അവരുടെ ആവശ്യം ന്യായമാണ്. അവരെ സംസ്ഥാന സർക്കാർ ഞാൻ പറയട്ടെ, അത് ന്യായമാണെന്നുണ്ടെങ്കിൽ അവരുടെ മുദ്രാവാക്യം അത് ശരിയായിരിക്കണമായിരുന്നു. അവര് ശരിയായൊരു മുദ്രാവാക്യം ഉയർത്തിയില്ല. നിങ്ങൾക്ക് അവര് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം അല്ലല്ല, ഞങ്ങളെ തൊഴിലാളികളെ അംഗീകരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ ലിസ്റ്റിനകത്തെ ആദ്യത്തെ സംഗതി അതായിരുന്നു വേണ്ടിയിരുന്നത്. അല്ല 21,000 വേണമെന്നല്ല ആവശ്യപ്പെടേണ്ടിയിരുന്നു. ഞങ്ങളെ ആദ്യം തൊഴിലാളിയായിട്ട് അംഗീകരിക്കൂ എന്നൊരു ആവശ്യം അവര് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇത് കൂട്ടിക്കൊടുക്കാത്തത്. കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ഈ പറഞ്ഞ ശമ്പളമോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം കൊടുക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കപ്പെടണം. ആ ഒരു മുദ്രാവാക്യം ഉയർത്താതെ അവർ ചെയ്തത് എന്തെന്ന് വെച്ചാല് അവരാരുടെ കയ്യിലെ ഒരു കോടാലിയായിട്ട് സർക്കാരിനെ അടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയവരാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം തെറ്റിപ്പോയത്. ശ്രീ കൃഷ്ണൻകുട്ടിയോട് ഞാനൊരു മറുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ CITU ആണല്ലോ ആശമാർക്കിടയിലെ ഒരു പ്രബല സംഘടന. ശക്തമായി സർക്കാരിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അങ്ങനെ ഇത് ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് പറയാത്തത് എന്ത്?
അത് അവർ പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇനിയും സമരം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. കാരണം ആശ എന്നുള്ള മലയാളം വാക്കെല്ലാം നീ പറയുന്ന ആർക്കും മനസ്സിലായിട്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്ന ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ തർക്കിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ ഈ മുഖ്യമന്ത്രിമാരുടെ മുന്നിൽ ചെന്ന് സമരം ചെയ്ത് എന്തിനാ ഈ CITU? നോക്കൂ, ഇനി കഴിഞ്ഞതിനെ ഇനിയിപ്പോ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്നതിന്റെ ഇരട്ടത്താപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഒന്ന്, നിങ്ങൾ ബംഗാളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യാം. ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടാറിനെ 73 ദിവസങ്ങൾ വളഞ്ഞു. അതുപോലെ മഹാരാഷ്ട്രയിൽ നിങ്ങൾ വളഞ്ഞു. ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെ നിങ്ങൾ സമരം ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ മാത്രം നിങ്ങൾ പറയുന്നത് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ എല്ലാ സമരം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെയാണ്. നിങ്ങൾ കഴിഞ്ഞ 9 വർഷം ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആ ഒരു സമരം ചെയ്ത് വിജയിപ്പിക്കുന്നതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അവരെ കൂട്ടി മുന്നോട്ട് പോകാതെ പോയതെന്തേ എന്ന ചോദ്യം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇത് എന്തുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പദ്ധതിയിടുന്നില്ല എന്നതൊരു വശത്ത്. മാത്രമല്ല, അതൊക്കെ പോട്ടെ, ഞാൻ ഈ പൈസ കൊടുക്കുന്നതിനെയൊക്കെ അവിടെ നിർത്തിയിട്ട് അതിനപ്പുറത്തേക്ക് അവരെ അസഭ്യം പറയാതിരിക്കാൻ, അവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ എന്താ പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നു? ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കാണോ ഒരു ട്രേഡ് യൂണിയൻ നേതാവിന്റെ അടുത്ത്? എനിക്ക് അതൊക്കെയാണ് ഇതില് ആദ്യം നമ്മൾ തിരുത്തേണ്ടത്. പണത്തിന്റെ കാര്യമൊക്കെ അവിടെ വരട്ടെ. അവരെ മനുഷ്യരും ആത്മാഭിമാന ബോധമുള്ളവരും അന്തസ്സുള്ളവരുമായി പരിഗണിക്കാനുള്ള ഒരു പ്രയാസം എന്ന് നിങ്ങൾ എന്താണ് പറഞ്ഞത്? കീടങ്ങളാണോ അവർ? ഈ നാടിന്റെ അഭിമാനങ്ങളാണവർ. ഈ നാടിന്റെ അഭിമാനമാണ്. ഈ നാടിനെ ഒരു കീടം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്ത മനുഷ്യരാണ്. അവരെ നിങ്ങൾ എന്താ വിളിച്ചത്? എന്നിട്ട് നിങ്ങൾ പറയാ അവർക്ക് തെറ്റുപറ്റിയത്. ഞാനിനി ആ ഒരു വലിയ തർക്കത്തിലേക്ക് പോകാനില്ല. ഇത് ഇനിയെങ്കിലും ഒന്ന് പരിഹരിക്കാം. നിങ്ങളിപ്പോ വലിയ ആഘോഷ പരിപാടി തുടങ്ങാൻ പോവുള്ളൂ. സർക്കാരിന്റെ 4ാം വാർഷികം. ആ ദൂർത്ത് കണ്ട് കേരളം കണ്ണു മഞ്ഞളിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ തിരിഞ്ഞ് കടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 14 ജില്ലകളിൽ നിങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്ന മഹത്തായ ആഘോഷത്തിന് ചെലവാക്കാൻ പോകുന്ന പൈസ ഉണ്ടല്ലോ, ആശമാർക്ക് അത് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിന് അങ്ങനെ ചിലവാക്കുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വെക്കും. അത് നിങ്ങൾക്ക് നേരെ അവർ ചൂണ്ടുവിരലുകൾ ചൂണ്ടും. അതിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കാം. ആ ധൈര്യമുള്ള ആ മനുഷ്യരുടെ മുഖം നോക്കൂ. എനിക്കിവിടെ നിന്നിട്ട് അത് സഹിക്കുന്നില്ല, കാണുന്നില്ല. ആ മനുഷ്യരുടെ മുഖം നോക്കൂ. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന, നിങ്ങൾ കീടങ്ങളെന്ന് വിളിച്ച, നിങ്ങൾ ഉമ്മ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ആ മനുഷ്യരിയ്ക്കുന്ന ഇരിപ്പ് കണ്ടോ? നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാണ് ഈ പറയുന്നത്? എനിക്കിത് മനസ്സിലാവുന്നു. ശരി, ശ്രീ കൃഷ്ണൻകുട്ടി അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കി ഈ വേദാന്തവും ഈ താത്വിക അവലോകനം നടത്തുന്നതിനപ്പുറത്തേക്ക് ഇവരോടൊരിറ്റ സ്നേഹം നിങ്ങൾക്കുണ്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് ഞാൻ നിങ്ങൾ പറയുന്നതിന്റെ ബാക്കി കൂടി കേൾക്കാം. ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ മണിമലയിൽ നിന്ന് വിളിക്കുകയും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. ശരി, നമ്മുടെ അടുത്ത പ്രേക്ഷകനിലേക്ക് ഞാൻ പോവുകയാണ്. സൂപ്പി പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഗംഭീരമായി അവിടെ സന്തോഷത്തിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം കൃത്യമായ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു. ആ ഒരു റംസാൻ മാസത്തിൽ അതിൻ്റെ ആ നോൽമ്പ് നോൽക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സൂപ്പിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ഗംഭീരമാക്കിയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെരുന്നാൾക്ക് ഗംഭീരമാണ്. പക്ഷെ ഈ സമര പരിപാടികൾ നമ്മൾ ഓർക്കുമ്പോൾ അന്ന് അവര് ആ സമരം നടക്കുക, നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്. മുടി മുറിക്കുമ്പോ അല്ലേ? മുടി മുറിക്കുക, അവര് എങ്ങനെ ഇരിക്കുന്നല്ലേ, അവര് നിരാഹാരം അല്ലേ നടക്കുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം ഇത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പണ്ടേ പറയുന്നത്. കാരണം ഞാൻ ഇടതുപക്ഷക്കാരാണെങ്കിലും പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ശമ്പളത്തിന് സാധിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളിയിലെ ഉസ്താദുമാരെ സംബന്ധിച്ച് അറിയാം, 17 റുപ്യ ശമ്പളം ഒരു മാസത്തില്. അവർക്ക് പിന്നെ അവർക്കുമാണോ ഇതൊക്കെ ഒരു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, പിന്നെ പാർപ്പിടം, അങ്ങനെയല്ല വാടക, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ശമ്പളം എല്ലാവർക്കും വർദ്ധിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചുരുങ്ങിയ സമയമുള്ളൂ, അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രജീഷ് ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ രജീഷ്, ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സ്വാഭാവികമായും ശ്രീ രജീഷിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഇത് ഈ പാവങ്ങൾക്ക് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ രജീഷ്? സാറേ, എല്ലാവർക്കും ജീവിക്കണം വേണ്ട സാറേ. എല്ലാവർക്കും ഓരോരുത്തരുടെ ജീവിതം ആണ് ഓരോരുത്തരുടെ തൊഴിൽ. അവരെല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം വേണം. അതിനുള്ള പ്രോത്സാഹനം വേണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് പ്രോത്സാഹനം വേണം. ഇത് അമ്മച്ചിമാരൊക്കെ മുടി മുറിച്ച് കളയുക, അത് അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക,
അവരെ തിരികെ പീഡിപ്പിക്കണതിന് തുല്യമാണ് അല്ലേ സാറേ? യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പിന്നെ തോമസ് മാത്തൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ 7000 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നോട് തർക്കിക്കുന്നവരോടായിട്ടാണ് അവർ പറയുന്നത്. അവരോടൊക്കെ 7000 രൂപയ്ക്ക് ജീവിച്ച് കാണിക്കാൻ പറയണമെന്ന് പലരും പറയുന്നു. സുനിൽകുമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഷാജി ഭാസ്കർ പക്ഷേ കൃഷ്ണൻകുട്ടിയെയാണ് പിന്തുണയ്ക്കുന്നത് കേട്ടോ. ഇൻസെൻറ്റീവ് 5000 ആക്കും, അതിൽ 20,000 സംസ്ഥാന സർക്കാർ കൊടുക്കും, കൂടെ 7000 ഓണറേറിയം കൂടി കിട്ടും, അതിന് കുറച്ച് കൂടി കാക്കണം എന്ന് ഗംഗാധരൻ പറയുന്നു. ഓക്കെ, CATUവിനെ തിരുത്തു എന്ന് ജോസഫ് KM പറയുന്നു. ഓക്കെ, സുജാത രാജു അവിടെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ജലേഷ് ജോൺ ഉണ്ട്. പൊതുവേദി സമയം ഇനിയും കൂട്ടണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 1 മണിക്കൂറായി ജലേഷ്, ഇനി ഇത് കൂട്ടിയാൽ ഓക്കെ അതങ്ങ് മറന്നു എന്നാണ് പറയുന്നത്. എന്താണ് മറന്നത് സുജാത രാജു? ഞാൻ ഓർക്കുന്നില്ല. ചിലർ പറയുന്നത് എന്നോട് ഇങ്ങനെ തർക്കിച്ച് സമയം കളരില്ലേ എന്ന് പറയുന്നു. ഓക്കെ, സുമാർ റഹീം പറയുന്നത് ഓക്കെ എന്നെ അനുകൂലിക്കുകയാണ്, കൃഷ്ണൻകുട്ടിക്കെതിരാണ്. പോട്ടെ, ഓക്കെ ഓക്കെ. അപ്പോൾ എന്നെ അനുകൂലിച്ച് കുറേ പേര് വരുന്നുണ്ട്. ഓക്കെ, ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമ്മുടെ മുഹമ്മദ്, ശ്രീ മുഹമ്മദ് പറവൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ മുഹമ്മദ്, ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു? ഈ പ്രശ്നം തീർക്കാനുള്ള ഒരു ആത്മാർത്ഥത സർക്കാരിനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എന്റെ അഭിപ്രായം, ഞാൻ ടി വിയിൽ ഇങ്ങോട്ട് മാറി, ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാല് ഈ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ കിടന്ന ഈ വെയിലും കൊണ്ട് മഴയും കൊണ്ട് കിടന്നിട്ട് പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു, ഞാൻ എന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റുകാരാണ്. നമ്മള് ഒരു അന്നത്തെ കാലത്തൊക്കെ ഒരു ചെറിയ പ്രസിഡന്റ് ഓടി വരുന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പിന്നീട് ശ്രീ മുഹമ്മദ് എന്താണ് ചെയ്യുന്നത്? ഏത് തൊഴിൽ മേഖലയിലുള്ള ആളാണ്? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ചെറിയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. സെക്രട്ടറി ആയിരുന്നു. ഒരു ക്യാൻറ്റീൻ്റെ ആണെന്നേ ഉള്ളൂ, പക്ഷേ ക്യാൻറ്റീൻ വലുതാണ്. എന്നാലും തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇത് കാണുമ്പോ എന്താ തോന്നുന്നത്? വളരെ ദുഃഖകരമായ കാര്യം, വളരെ നമ്മളിന്ന് 235 അല്ലെങ്കിൽ 300 ആയിക്കോട്ടെ, 300,000 അതുകൊണ്ട് നമ്മൾ ഒരു കുടുംബത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ഒരു മീൻ മേടിക്കാൻ പോലും തികയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവരോടാണ് ഇത് കൊടുക്കാതിരിക്കുന്ന മാത്രമല്ല, അവരെ കൂടിട്ട് അധിക്ഷേപിക്കുകയാണ്. അത് നമ്മുടെ സഹാക്കളാണ് ചെയ്യുന്നത്. അതാണ് വലിയ കഷ്ടവും. ഒരാള്, അത് പ്രത്യേകിച്ച് ഇത്ര അവലംബഹീനരായ സ്ത്രീകളെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തില്ലേലും വേണ്ടല്ല, പോയി തല്ലരുത്. തല്ലുന്ന ഈ പറയുന്ന പറച്ചിലൊക്കെ ഉമ്മ കൊടുക്കലും മറ്റേ പറച്ചിലും അതും ഇതും ഒക്കെ ആയിട്ട് പറയുന്നത്. പറയുന്നത് അതാവും. ഞാനൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്താൽ എനിക്ക് നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും താങ്കൾ പിന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യരുടെ വേദന മനസ്സിലാക്കുന്ന ഒരു തൊഴിലാളി നേതാവാണ്. അങ്ങനെ ധാരാളം പേർ CITയിലുണ്ട് എന്നതുകൂടി അങ്ങേക്ക് അഭിമാനിക്കാം. ഞങ്ങളും അത് അങ്ങേ ആശംസിക്കുന്നു. ഓക്കെ, സുനിൽകുമാർ എനിക്ക് പിന്തുണയുമായി പിന്നെയും വന്നിട്ടുണ്ട്. നേരത്തെയുള്ള തർക്കത്തിന് പുറത്താണ്. ഷൈല എനിക്ക് നല്ല മറുപടി എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, സരസ്വതി എനിക്കൊന്ന് അവർ ആശാ വർക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ പറയാൻ 18 വർഷമായി CITയും INTUCയും മിണ്ടിയില്ല. ഇപ്പോൾ KK സമരം ചെയ്തപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു ബോധം വന്നത് എന്ന് സരസ്വതി പറയുന്നു. എനിക്ക് തോന്നുന്നു അവർ ഒരു ആശാ വർക്കറായിരിക്കാം, അതാണ് അവരുടെ നിലപാട്. ഓക്കെ, തോമസ് മാത്തൻ എന്നെ അഭിനന്ദിക്കുന്നുണ്ട്, ഗോളാന്തര എന്നെ അനുബന്ധിക്കുന്നുണ്ട്, രശ്മി മനോജ് എന്നെ അഭിനന്ദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ കൃഷ്ണൻകുട്ടിമാരുടെ ചർച്ചകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നു ബിജു. വേണ്ട. ഓക്കെ, ഷൈലജ എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു, ജലേഷ് ജോൺ പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഷീജ പിന്തുണ പ്രഖ്യാപിക്കുന്നു, രതി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു. ഓക്കെ, അതിങ്ങനെ തുടരുകയാണ് കേട്ടോ. ജിനോവ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്, എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ശശിധരൻ പിള്ളയും പിന്തുണയ്ക്കുന്നുണ്ട്, എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഇടവേള എനിക്ക് അനിവാര്യമാണ്. ആരും അങ്ങോട്ട് പോരുത് കേട്ടോ, ഞാൻ പെട്ടെന്ന് മടങ്ങി. നമുക്ക് ഈ വാർത്തയുടെ ഒരു അവസാനമാകുമ്പോഴേക്ക് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന ഒരു സദ്വാർത്ത പറയാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പൊതുവേദിയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കെങ്കിലും എന്നാണ്. ചർച്ചയുടെ ഫലം എന്താകുമെന്ന് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആബിറ EP എന്നോട് പറയുന്നത് 21,000 രൂപയും ആനുകൂല്യങ്ങളും
നൽകണം എന്ന് പറയുന്നു. ഓക്കെ, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നതിൽ സന്തോഷം. മനോജ് പല്ലിശ്ശേരി എനിക്ക് തംസപ്പും കയ്യടിയൊക്കെ തരുന്നുണ്ട്, സന്തോഷം. ശ്യാമ എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്, ഒരു ചുവന്ന ഹൃദയം അയച്ചിരിക്കുന്നു, നന്ദി. പൊതുവേദിയുടെ ആശംസകൾ ശ്യാമയും അറിയിക്കുകയാണ്. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശശിധരൻ പിള്ളൈ എനിക്ക് പിന്തുണ ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രസാദ് ET CITU ഇല്ലാത്തൊരു സമരം വിജയിക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിരവധി പ്രേക്ഷകർ എനിക്ക് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് വരുന്നുണ്ട്, സന്തോഷം. ഗീത C പിള്ളൈ പറയുന്നു സാർ പ്ലീസ് അറ്റൻഡ് എന്നാണ് പറയുന്നത്, എന്താ ഫോൺ എടുക്കുന്നില്ലെന്നാണ്. ഓക്കെ, ഏതായാലും നോക്കാം, നമുക്ക് ഒരു ഇടവേളയായതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാതിരുന്നത്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ഏലിയാസ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഏലിയാസിന് എന്ത് തോന്നുന്നു? ശ്രീ ഏലിയാസ്, നമുക്ക് നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം സാറും ഈ കൃഷ്ണൻകുട്ടി ഇത്രയും വലിയ നേതാവാണോ? പോട്ടെ, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയില്ല. അപ്പം ഞാനും ഇടയ്ക്കൊന്ന് എൻ്റെ അഭിപ്രായം കൂടി പറയേണ്ടി വന്നത് അതേ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ ആണ് തെറ്റ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലേ. അപ്പം അതുകൊണ്ട് ഞാനൊരു മറുപടി പറഞ്ഞു എന്താണ് തെറ്റ് അദ്ദേഹത്തിൻ്റെ എന്നും പറയാൻ വേണ്ടി മാത്രം. അല്ല, കൃഷ്ണൻകുട്ടി ഇത്ര വലിയ നേതാവാണെങ്കിൽ ഈ ആശാവർക്കന്മാരുടെ സമരം പണ്ടേ തീർക്കാൻ പാടായിരുന്നു. ശരി, ഓക്കെ, സാരമില്ല, പോട്ടെ, നമ്മൾ വ്യക്തിപരമായ വിഷയത്തിലേക്ക് വേണ്ട. ഏതായാലും ശ്രീ ഇലിയാസ് നമുക്ക് സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രാജൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ശ്രീ രാജൻ, ഇത് തീരുമോ? ഈ വയനാട്ടിലെ മുസ്ലിം ലീഗിനെ ചീറ്റ് ചെയ്ത പ്രിയങ്ക വധേരയ്ക്ക് അഭിവാദ്യം ആദ്യം. പിന്നെ ഈ ആശാ വർക്കർമാർക്ക് 13,200 രൂപ ടോട്ടൽ കിട്ടുന്നത്, 430 രൂപ പെർ ഡേ, ഇത്രയുമാണ് കിട്ടുന്നത്. ഇത് തീരാൻ പോകുന്നില്ല, ഈ സമരം തീരത്തില്ല. പിന്നെ കൂടുതൽ ശമ്പളം വേണ്ടവര് ഇത് പിരിഞ്ഞു പോയി വേറെ ജോലി ചെയ്യുന്ന നല്ലത്. ഒരു കാരണവശാലും ഇത് തീരാൻ പോകുന്നില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധാകരൻ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം പേരുക്കടയെന്നാണ്. ശ്രീ സുധാകരന് എന്ത് തോന്നുന്നു? ഇന്ന് ഒരു ശുഭവാർത്ത കേൾക്കാൻ കഴിയുമോ? എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആളിനോട് ഒരു സിനിമ ഡയലോഗാ പറയാൻ തോന്നിയത്. കൃഷ്ണൻകുട്ടി, നിങ്ങൾ തങ്കപ്പനല്ലടാ പൊന്നപ്പനാണെന്നാണ് എനിക്ക് പറയാൻ ആദ്യം തോന്നിയത്. കാരണം ഒരു റോള് പ്ലാസ്റ്റർ കൃഷ്ണൻകുട്ടി വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് 10,000 രൂപയ്ക്ക് 1.5 ആഴ്ച രാപ്പകൽ നിൽപ്പ് സമരം നിർത്തിയ ശൈലജ മാഡത്തിന്റെ ഇതും, അതുപോലെ തന്നെ നിയമസഭയിൽ 10,000 രൂപ 10,000 രൂപ ഓണറേറിയം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഇളവരം കേൾവിന്റെ വായ്പ ഒട്ടിക്കാൻ പറയണം ഈ കൃഷ്ണൻകുട്ടിയോട്. അവർ രണ്ടുപേരാണല്ലോ നമ്മള് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക്. അവര് നേതാക്കന്മാരാ, ഞങ്ങളും നേതാക്കന്മാരാ. നേതാക്കന്മാര് സഭയിൽ ഉന്നയിക്കുന്ന കാര്യമാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല, സഭാരേഖകളിലുള്ള കാര്യമാണ്. അതുപോലെ നിൽപ്പ് സമരം നടത്തിയത് ഇവിടെ എല്ലാവരും ക്ലിപ്പിംഗ് ഉണ്ടാവും. ശൈലജ മേഡത്തിന്റെ നേതൃത്വത്തിൽ 1.5 ആഴ്ച സെക്രട്ടേറിയറ്റ് നിൽപ്പ് സമരം നടത്തിയ 10,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ 6 മാസം, അവര് 5 വർഷം മന്ത്രി ആയിരുന്നിട്ട് അവർ ഓർഡിനറിയം 2,000-ൽ നിന്ന് എത്ര വരെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നുള്ള അവർ സ്വയം ഒന്ന് ആലോചിച്ചാൽ മതി. തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുകയും മോശമായി പറയുകയും അത് നടത്തിയത് ആരാണെന്ന് നോക്കിയിട്ട് നിറവും മണവും ഗുണവും നോക്കിയിട്ടല്ല ഒരു തൊഴിലാളി സമരം ചെയ്ത് നോക്കാം. എന്താ പോലീസ് അപ്പുറത്തെ കോൺസ്റ്റബിൾ പിന്നെ പിള്ളേർ സമരം ചെയ്തില്ലേ? അവർ നമുക്ക് ഇങ്ങനെ മുദ്ര കുത്താൻ പറ്റുമോ? അതിനു മുമ്പ് അംഗനവാടിക്കാർ സമരം ചെയ്തില്ലേ? അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് പഠിപ്പിച്ചതാണ് ഈ CITU CPM എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവർ സമരം ചെയ്യുമ്പോൾ ഇതിന്റെ ഹോൾസെയിൽ ഒന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഇവര് സമരം ചെയ്യട്ടെ. ഇന്നത്തെ ചർച്ചയിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. കൃഷ്ണൻകുട്ടിയോട് പറയുകയാണ് ഒന്നുകൂടെ, പൊന്നപ്പനാണ്. ശരി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. വ്യക്തിപരമായി പറയുമ്പോഴേ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം കൂടി പുള്ളി ഒന്ന് വിലയിരുത്തണ്ടേ? അവരുടെ നേതാവല്ലേ ഇളമരം കരീം? അദ്ദേഹം നിയമസഭാ രേഖകളിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് പുള്ളി ആരോപണം ഉന്നയിച്ചല്ലോ, പുള്ളി നിയമസഭയെ ആവശ്യപ്പെട്ടതല്ലേ? ശരിയാണ്. ശൈലജ മാഡം മന്ത്രിയായിരുന്നത് പിന്നെ കള്ളമാണോ? അവർ നിൽപ്പ് സമരം നടത്തിയ യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് അവരെ കൃഷ്ണൻകുട്ടി ആദ്യം അവരെ പോയി പഠിപ്പിക്കാൻ പറ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. ജയകുമാർ നമുക്കൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയങ്ക എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ഓക്കെ, മുതലാളിക്കും തൊഴിലാളിക്കും ഇടയിൽ വീടുപണിയാണ് CITU. അങ്ങനെ നമ്മൾ പറയേണ്ട. ഷിജുമോൻ CITUവിനെയാണ് ആക്ഷേപിക്കുന്നത്. ഓക്കെ, പിന്നെ
മീന എന്നോട് പറയുന്നത് പ്രൊഫഷണലായി പഠിച്ചവരുമായി ആശാ വർക്കർമാരെ കമ്പയർ ചെയ്യരുത്. അവർ പൊരി വെയിലത്ത് വീടാന്തരം കയറി ഇറങ്ങിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഷിബുമോൻ പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സർവകലാശാലയാണ് ട്രേഡ് യൂണിയനുകൾ. മാർക്സ് വർത്തമാനകാല ഇന്ത്യയിൽ തൊഴിലാളി വർഗത്തിൻ്റെ കോൺസ്റ്റേഷൻ ക്യാമ്പ് ആണ് പാർലമെൻറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുന്നു. ഓക്കെ, ഇതുപോലുള്ള എല്ലാം PSCക്ക് വിടണം എന്ന് പറയുന്നു ജിതിൻ ആർ. ഓക്കെ, അടുത്ത നമ്മുടെ പ്രേക്ഷകൻ ബാലനാണ്. ശ്രീ ബാലൻ. ഹലോ. ശ്രീ ബാലൻ വിളിക്കുന്നത് എവിടുന്നാണ്? വടകര. വടകര. ശ്രീ ബാലൻ എന്ത് തോന്നുന്നു? നമസ്കാരം. എന്ത് തോന്നുന്നു? ഈ സമരം എത്രയും വേഗം തീരട്ടെ എന്ന് ആശിക്കുന്നു. മിക്കവാറും ഇന്ന് തീരുകയും ചെയ്യും. പക്ഷേ ഇതില് നിങ്ങൾക്ക് കുറച്ച് വിഷമമുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. സമയം തരുമെങ്കിൽ 2 മിനിറ്റ്. എനിക്ക് വിഷമമുള്ള എല്ലാ ഒരു തൊഴിലാളി സമരം അല്ലെ ഒരു സാധാരണക്കാര് സമരം ചെയ്യുന്നത് അവസാനത്തെ ഘട്ടത്തിലാണ്. അവസാനത്തെ ഘട്ടത്തിൽ എല്ലാ സമരവും അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് മിക്കവാറും. ഈ സമരത്തിന് ചാനലുകാരും അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളും ഇതിനെ വല്ലാതെ വഷളാക്കി എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവരെ ആവശ്യത്തിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒരു സമരം ചെയ്യുമ്പോൾ സമരത്തിന് കുറെ മുഖങ്ങളുണ്ട്. ആരോട് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്? ശ്രീ ബാലൻ പറയുന്നത് ഈ സമരത്തിന്റെ വാർത്തയൊന്നും കൊടുക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? അതല്ല സാറേ പറയുന്നത്. വാർത്ത നിർബന്ധമായി കൊടുക്കണം. പക്ഷെ അത് ഏകപക്ഷീയമായ വാർത്തയാണ്. എന്താ ഏകപക്ഷീയമായ വാർത്ത? എന്താ ഈ തൊഴിലാളികൾക്ക് പറയാനുള്ളത് പറയുന്നത് കൊടുക്കുന്നതിനോടൊപ്പം ഈ മന്ത്രിക്ക് പറയാനുള്ളത് കൊടുക്കുന്നില്ലേ? ഈ നേതാക്കൾക്ക് പറയാനുള്ളത് കൊടുക്കുന്നില്ലേ? പക്ഷേ അല്ല, അങ്ങ് എന്നോട് ചോദിച്ചത്, അങ്ങ് എന്നോട് പറഞ്ഞത് ഇത് ഏകപക്ഷീയമായി കൊടുക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ഈ തൊഴിലാളികൾക്ക് പറയാനുള്ളത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മന്ത്രിക്ക് പറയാനുള്ളതും മറ്റു നിങ്ങളുടെ നേതാക്കൾക്ക് പറയാനുള്ളതും കൊടുക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്കതിലൊന്നും പറയാനില്ല. തള്ളി പറയുന്നില്ല, നമ്മൾ നിഷ്പക്ഷമായിട്ടാ പറയുന്നത്. ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ തീ കത്തിച്ചത് ചാനലുകളാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ അവരെ നല്ല വഴിക്ക് നയിക്കുന്നതിന് പകരം കേന്ദ്രമന്ത്രി വന്ന് പിന്നെ അവർക്ക് കൊടുത്ത പിന്നെ പ്രത്യാശകള്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് പിന്നെ വാർത്തകള്, അതുപോലെ അവര് വന്നതിനുള്ള നിങ്ങള് പിന്നെ പ്രചാരണം, പിന്നെ ഫോട്ടോ എല്ലാം കൂടെ. അപ്പൊ സ്വാഭാവികമായി പാവപ്പെട്ട മനുഷ്യരെ അവിടെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന്റെ വാർത്ത കൊടുക്കും. ശ്രുതി പാഠകരുടെ വലിയ ഇതൊക്കെ ഉണ്ടല്ലോ. ഏതാ അതിന് ഞങ്ങളെ കിട്ടില്ല. അങ്ങനെ കിട്ടുന്നവരുണ്ടാകാം, നമ്മൾക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല. അല്ല, ഞാൻ അതിൽ നിൽക്കുന്നില്ല. ചാനലുകാർ ദേഷ്യമൊന്നുമില്ല, എനിക്കൊരു ദേഷ്യമില്ല. വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, പാവപ്പെട്ട മനുഷ്യൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനെ അംഗീകരിക്കാത്ത കാണാത്ത മുഖം തിരിക്കുന്ന മനുഷ്യരുടെ സ്തുതിഗീതങ്ങൾ ഉറക്ക വാഴ്ത്തുപാട്ടുകൾ പാടി ഉറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ അതിന് ഈ നിലപാട് ഒരു മറിയക്കുട്ടീനെ കൊണ്ടുപോയില്ലേ പണ്ട്? ഒരു പിന്നെ ഇവിടെ എന്തെല്ലാം കളിച്ചു മറിയക്കുട്ടീനെ കൊണ്ടുപോയിട്ട്. മറിയക്കുട്ടിയുടെ അഭിപ്രായം പറയട്ടെ. അതിൽ മറിയക്കുട്ടിക്ക് വരുമ്പോഴേക്കും നിങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിനാ? മറിയക്കുട്ടിക്ക് ഈ നാട്ടിൽ സംസാരിക്കാൻ ഒരു ഭരണഘടനയെ അവർക്ക് അവകാശം കൊടുക്കുന്നില്ലേ? ഈ നാടിന്റെ നിയമ സംവിധാനങ്ങൾ അവർക്ക് അവകാശം കൊടുക്കുന്നില്ലേ? നിങ്ങൾ അതിൽ ഭയപ്പെടുന്നതിന്, വേവലാതിപ്പെടുന്നത് എന്തിന്? എന്തൊക്കെ കഥകളാ മറിയക്കുട്ടിയെ പറ്റി പറഞ്ഞുണ്ടാക്കി. അവരുടെ മക്കൾ വിദേശത്താണ്, അവർ കോടീശ്വരിയാണ്, എന്നിട്ട് എന്തായി? സത്യം പുറത്തു വന്നില്ലേ? അപ്പൊ നമ്മൾ അതിലൊക്കെ നിങ്ങൾ ഈ പാവപ്പെട്ട സതിയമ്മയെയും അതുപോലെ മെറിയക്കുട്ടിയെയും ഒക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ എന്തിനാണ് അവര് പറയട്ടെ, അവര് പറയാനുള്ളത് പറയട്ടെ. അതിന് ജനം ഇത് കേൾക്കട്ടെ, എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ. ജനം എത്രയോ അല്ല നിങ്ങളെ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് ബാലൻ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഒരു മറിയക്കുട്ടി ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് അത് തിരുത്തി പോകാന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ പിണറായി വിജയൻ സർക്കാരിനെയോ അങ്ങനെ താഴ്ത്തി കാണുന്നൊന്നുമില്ല ജനങ്ങൾ. അതുകൊണ്ടാണല്ലോ വീണ്ടും അവരെ തെരഞ്ഞെടുത്തത്. അപ്പൊ അതൊക്കെ ഇതൊരു സർക്കാർ വരുമ്പോൾ അതിൽ ചില തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ വിഷയാധിഷ്ഠിതമായി പിന്തുണയാണ്. ഒരു വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ആ പിന്തുണ. ആ വിഷയം നിങ്ങൾ എന്ന് ഇത് മുഖം തിരിക്കുന്നു, അന്ന് ഞങ്ങളും തിരിയും. അത്രയും. അപ്പൊ അതിന് അങ്ങ് വിചാരിക്കുന്ന പോലെ ഈ സ്തുതിഗീതം പാടാനുള്ള ഒരു റേഡിയോ പാട്ടുപെട്ടിയാണ് മാധ്യമങ്ങൾ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉള്ളവരുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ അത് എന്തായാലും പൊതുവേദിയിൽ അത് നടക്കില്ല. കാരണം പൊതുവേദി അവതരിപ്പിക്കുന്ന അവതാരകനല്ല, ഈ നാട്ടിലെ ജനങ്ങളാണ്. അപ്പൊ അവരത് അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഓക്കെ, ശരി. ഇല്ല, സമ്മതിച്ചല്ലോ. അങ്ങ് പറഞ്ഞെല്ലാം കേട്ടിട്ടല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. ഓക്കെ, ശരി. ഏതായാലും അങ്ങയുടെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മാധ്യമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ അത് നിങ്ങളെ സ്പർശിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ മധു അടൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ?
ശ്രീ മധു അതെ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ. ശ്രീ മധുവിന് എന്ത് തോന്നുന്നു? സർക്കാർ ഇന്ന് 3ാം തവണയാണ് ഈ ആശമാരെ അവരുടെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇത്തവണ അത് പരിഹരിക്കാൻ വലിയ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരു പ്രതീക്ഷയും തോന്നിക്കുന്നില്ല. എനിക്കുള്ള ആകെ ഒരു പ്രതീക്ഷ പഞ്ചായത്തിന്റെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ആശാ വർക്കറുടെ ആവശ്യം വരും. ആ സമയത്തേക്ക് എന്തെങ്കിലും തീരുമാനമാവും എന്നുള്ള മാത്രം അഭിപ്രായം എനിക്കുള്ളൂ. ഇപ്പൊ ഇന്നൊന്നും നടക്കില്ലെന്നാ പറയുന്നത്. നടക്കാനുള്ള ഒരു യാതൊരു താല്പര്യം അവർ കാണിച്ചിട്ടില്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ അങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നുമില്ല. ഇപ്പോഴേ ഓരോ മന്ത്രിമാരും ഓരോ സഖാക്കന്മാരും ഓരോ അഭിപ്രായങ്ങളും അവരെ കളിയാക്കുക. അവര് വേർപ്പ് ഒഴുക്കുന്നതും ഈ സഖാക്കന്മാരോ മന്ത്രിമാരോ വേർപ്പ് അറിയത്തില്ല. അവർ AC റൂമിൽ ഇരിക്കുക. അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. ഇനിയും വല്ല സഖാക്കന്മാർക്ക് വല്ല പെൻഷൻ അനുവദിക്കുന്ന വല്ല പദ്ധതി പുതിയത് ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. മാധ്യമത്തിന്റെ ഒരു കടമയായിട്ട് അത് ചെയ്താൽ മതി. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഷാജിയും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജി, ഹലോ. ഷാജിക്ക് എന്ത് തോന്നുന്നു ഇന്ന് ഈ സമരം അവസാനിക്കും? എനിക്കൊരു ശുഭപ്രതീക്ഷയാണുള്ളത്. ഈ സമരം ഇന്നത്തോടുകൂടി തീരണമെന്നുള്ള ആഗ്രഹവും കൂടിയാണ് എനിക്കുള്ളത്. അതിന്റെ ഒരു വിട്ടുവീഴ്ച രണ്ടു ഭാഗത്തും ഉണ്ടാകുമോ എന്ന്? ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇത് ഉള്ള കാര്യം എനിക്ക് ഇടപെടരുത്. ഞാൻ ഇനി സമയമില്ല, 2 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഞാൻ 1-2 വരികൾ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. പിന്നെ അല്ല, എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ സമരം എന്ന് പറയുന്നത് തുടക്ക സമയത്ത് ഈ സമരം നടത്തുന്ന നേതൃത്വത്തിലുള്ളവർക്ക് സമരം കുറച്ച് സങ്കീർണമാണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പിന്നെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് അവർ തുടക്ക സമയത്തൊക്കെ ഉണ്ടായത്. അതൊന്നും പരിചരിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് തിരിച്ചുമൊക്കെ ചില പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതവിടെ നിൽക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഈ എല്ലാവരും എന്റെ അഭിപ്രായത്തെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കരുത്. ഒരാൾ തങ്കപ്പനല്ല പൊന്നപ്പൻ എന്ന് പറയുന്ന അങ്ങനെ തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം എന്ന് പറയുന്നത് താങ്കൾ നിയന്ത്രിക്കേണ്ടതാണ്. തങ്കപ്പനോ പൊന്നപ്പനോ ആയിക്കോട്ടെ, അയാൾ അല്ലെങ്കിൽ എവിടുത്തെ ആളായിക്കോട്ടെ, അത്തരത്തിലുള്ള വ്യക്തിയാധിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വളരെ 100% യോജിക്കുന്നു. നമുക്ക് വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഈ ഇതിനകത്തെല്ലാം രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് രാഷ്ട്രീയമുണ്ട്, സമരം നടക്കുന്നവരുടെ ഭാഗത്ത് രാഷ്ട്രീയമുണ്ട്. SUC ആണെന്നറിയാം, അവർക്ക് ബഹുജനങ്ങളുടെ ഇടയിൽ പിന്തുണ കുറവാണെന്നറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജാടകളൊക്കെ കാണിച്ച് ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യമായിരുന്നു. അതാണ് ഈ മുടിമുറിക്കലിൽ അവർ അവസാനത്തും ബാക്കിയുള്ളവരെ കൊണ്ട് മുട്ടയടിപ്പിച്ചിട്ട് അവർ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ എനിക്കൊന്ന് കൃത്യമാണെന്നാണ്. ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. രാജീവ് അല്ലേ? രാജീവ് ശ്രീ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് തീർക്കണം. നമ്മുടെ ഇത് അവസാനിച്ച് ഞാൻ പിന്നെ കണക്ട് ചെയ്തുകൊണ്ട് എടുത്തുന്നുള്ളൂ. സാറേ, 232 രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? തീർച്ചയായിട്ടും പറ്റൂല. ഇവിടുത്തെ ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരാരാ? ജയിലിലെ കുറ്റവാളികൾ. അവർക്ക് ഒരു ദിവസം പണി ചെയ്ത് അവർക്ക് എത്ര രൂപ കിട്ടും? 400 മേലെ കിട്ടുന്നുണ്ട്. അവർക്ക് പോലും 400 രൂപ കൊടുക്കുന്ന ആ സ്ഥാനത്ത് നമുക്ക് രാജീവ് ആ മനുഷ്യരുടെ നോക്കുക, ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ മനുഷ്യരുടെ മുഖമാണ് ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നതല്ല. അവിടെ നിന്നുള്ള ലൈവ് ദൃശ്യങ്ങളാണ്. ഇന്ന് വീട്ടിൽ പോകാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആശാ വർക്കറുടെ ദൃശ്യം. അവർക്കാണ് ഈ സമരം നടത്തി എന്തോ ലാഭേച്ഛയുണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ കണ്ണുനീരിനാണ് ഈ കേരളം മറുപടി പറയേണ്ടത് കേട്ടോ. ഒരു വീട്ടമ്മയായിരിക്കാം, അവരെ കാത്തിരിക്കുന്നത് അവരെ മാത്രം ആശ്രയിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുഖം കാണാൻ ഈ സർക്കാരിനും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും എല്ലാ തൊഴിലാളി നേതാക്കൾക്കും ഒരുപോലെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്കെങ്കിലും എല്ലാവരും തയ്യാറായാൽ ഇന്ന് ഈ പാവങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഏതായാലും ഈ ചിത്രം മലയാളിക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഈ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കും. ഒരു സമരവും പരാജയപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ നീതിയുണ്ടെങ്കിൽ ആ സമരം വിജയം കാണും. എത്ര വലിയ കോട്ടകൊത്തളങ്ങളെ മറിച്ചിടാൻ സാധാരണക്കാരുടെ സമരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മുന്നിൽ ചരിത്രമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ജനതയെ ചേർത്തു പിടിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഇടത് സർക്കാരിനുണ്ടെന്ന് ആരും ഓർമ്മപ്പെടുത്താതെ തന്നെ അവർ തിരിച്ചറിയേണ്ടതാണ്. ഈ പൊതുവേദി അവസാനിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം അവസാനിക്കുമോ ഇന്ന് എന്ന ചോദ്യം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ മന്ത്രിതല ചർച്ചയിൽ ആശമാരുടെ സമരത്തിന് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിന് 27% ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നു. 73% ആളുകൾ
ഇത് പരിഹാരമാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ ആ 23%-ത്തിനൊപ്പമാണ്. ഇന്നത് പരിഹരിക്കപ്പെടണം. ഇന്ന് അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയണം. നാളെയും പൊതുവേദിയുണ്ട്. നന്ദി, നമസ്കാരം.